വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിച്ചുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ സ്കൂളിൽ പഠിച്ച ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, ആ ഫോട്ടോസ്, പിന്നെ എൻ്റെ പണ്ടത്തെ അല്ലാത്ത കുറച്ച് മെമ്മറീസ് ആയിട്ടുള്ള ഫോട്ടോസ്, അതിൻ്റെയൊക്കെ പറ്റിയിട്ട് കുറച്ച് കഥയൊക്കെ പറയാനുണ്ട്. അതിന് വേണ്ടി അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. കണ്ടാലും എനിക്ക് പറയാനുള്ളത് എൻ്റെ ടെൻത്തിൽ പഠിച്ച സ്കൂളിൻ്റെ ആണ്. ഞാൻ പഠിച്ചത് അൽഹുദ ഇംഗ്ലീഷ് സ്കൂൾ നീർക്കുന്നമാണ് കേട്ടോ. 10th ഫോട്ടോസാണ് എൻ്റെ. ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. ഇപ്പം കണ്ടതേണ്ട് പാറുമോള്. ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ്. നൗസി, ഹന്ന, ചെപ്പു, ഞാൻ, അച്ചു, സഫ്ന, സ്വാലിഹ, ഗൗരി. ഞങ്ങൾ ഇത്രയും പേരായിരുന്നു കേട്ടോ ബെസ്റ്റ് ഫ്രണ്ട്സ്. എൻ്റെ കോലം കണ്ട യാസീൻ, യദു ഇവരൊക്കെ നിപ്പ് കണ്ട അൻവർഷ. ഇതിലെല്ലാവരും നല്ല ഉയർന്ന ഇതിലെത്തി കേട്ടാ. മിക്കവരും ഡോക്ടേഴ്സ്. അച്ചു, ഗൗരി, പിന്നെ ആരാ കൂട്ടത്തിൽ ഹനാന, അഫ്ന, ഇവരൊക്കെ ഡോക്ടേഴ്സാട്ടാ. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് നേഴ്സ്, പിന്നെ കുറച്ച് പേരാണെങ്കിൽ ലാബിൻ്റെ അങ്ങനെ എല്ലാവർക്കും ജോലി കിട്ടി. നൗസി ആണെങ്കിൽ ഫാഷൻ ഡിസൈനർ. ഇതേണ്ട നൗസിയുടെ ഒക്കെ റിപ്പ് കണ്ട. അപ്പോൾ ഞാൻ LKG തൊട്ട് +2 LKG തൊട്ട് 10th വരെ ഞാൻ ഒരു സ്കൂളിലാണ് കേട്ടോ പഠിച്ചത്. അൽഹുദയിലായിരുന്നു പഠിച്ചത്. അപ്പം 12 വർഷത്തെ എൻ്റെ മെമ്മറീസ് ഉണ്ട് ആ സ്കൂളിൽ. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞങ്ങൾ CBSE ആണെങ്കിലും ഞങ്ങൾ എല്ലാ തല്ലുകൊള്ളിത്തരവും എല്ലാത്തിനും ഞങ്ങളുണ്ട്. എല്ലാത്തിനും ഞങ്ങൾ ഫസ്റ്റ് ആയിരിക്കും. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തത് എൻ്റെ സ്കൂൾ ഡേയ്സ് ആണ്. LKG തൊട്ട് 10th വരെ കുറേ ഒത്തിരി മെമ്മറീസ് ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് ടീച്ചറായിരുന്നു കേട്ടോ അനുശ്രീ ടീച്ചർ. എന്നെ LKG പഠിപ്പിച്ചതാ ടീച്ചർ. പിന്നെ ഞങ്ങളുടെ ഡ്രൈവർ മനോജ് മാമൻ. അവരൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും ഇൻസ്റ്റയിൽ വല്ലതും ഉണ്ടോന്ന്. അപ്പോൾ നമുക്ക് അനുശ്രീന്ന് അടിച്ചാൽ ഒരു 100 അനുശ്രീ വരത്തില്ലേ, നമുക്കറിയത്തില്ലല്ലോ ഏതാന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കാം മിസ്സിന് ഇപ്പം എത്ര കൊച്ചുങ്ങളൊക്കെ ഉണ്ടായി കാണും എന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കും. മനോജ് മാമൻ. എന്നിട്ട് മനോജ് മാമൻ ഞങ്ങൾ ബസ്സിൽ പോകുന്ന സമയത്തില്ലേ, സ്കൂൾ ബസ്സിൽ പോകുന്ന സമയത്ത് ഇപ്പം അപ്പുറത്തെ വീട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറിച്ചിട്ടൊക്കെ തരും. രസമായിരുന്നു. ലൈലൈത്ത ഞങ്ങൾക്ക് ഫുഡൊക്കെ വരുത്തരുമായിരുന്നു. സൂപ്പറായിരുന്നു ആ കാലമൊക്കെ. എനിക്ക് ഈ സ്കൂളിനെ പറ്റി പറയുമ്പോൾ എനിക്ക് എൻ്റെ മെമ്മറിയിൽ എനിക്ക് ആദ്യം വരുന്നതെന്ന് അറിയാവാ, ഞങ്ങൾ ഇത്രയും പേരെ ഒരു ദിവസം പ്രിൻസിയുടെ മുറിയിൽ കയറ്റിയതാണ് കേട്ടാ. അതെന്തിനാന്ന് പറയട്ടെ. അതൊരു ദിവസമാണെങ്കിൽ ഞങ്ങൾ നടന്ന കേട്ടാ. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു 7th വരെയാണ് ഞാൻ സ്കൂൾ ബസ്സിൽ പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സൈക്കിളിൽ പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നു പോയി, അങ്ങനെയായി. അപ്പോൾ ഇവളുമാരും അതുപോലെ തന്നെ. ഇവളുമാരും ബസ്സിനാണ് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രൈവറ്റ് ബസ്സില്ല, അതിനാണ് പോകുന്നത്. അപ്പം ഞങ്ങളപ്പോൾ ആ വഴി കൂടെ ഞങ്ങളിങ്ങനെ നടന്നായിരിക്കും വരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരുമായിട്ട് ഇങ്ങനെ ഗ്യാങ് അടിച്ച് ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണെങ്കിൽ എപ്പോഴും ഞങ്ങൾ വരാൻ നേരത്തെ ഒരു ചേച്ചി വേണം. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അപ്പോൾ ഈ ചേച്ചി എപ്പോഴും ഇങ്ങനെ ഈ ഫോണൊക്കെ വിളിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ നോട്ട് ചെയ്യും കിട്ടും. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കാൻ നേരത്തെ എപ്പോഴും ഇങ്ങനെ ഫോണിലൊക്കെ ഇങ്ങനെ സംസാരിച്ചൊക്കെയായിരിക്കും പോകുന്നത്. അപ്പോൾ ഞങ്ങളെന്താ അറിയാമോ, പിറ്റേ ദിവസം തൊട്ട് ഇപ്പോൾ ഈ ചേച്ചി ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വരുമായിരിക്കും. ഈ ചേച്ചിയുടെ അടുത്തെത്താൻ നേരത്തെ ഞങ്ങൾ ഉടനെ പറയുമോ, മൊഫൈൽ എന്ന് വെച്ചാൽ ഈ മൊബൈലിന് ഞങ്ങൾ മൊഫൈൽ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ എപ്പോഴും ഈ ചേച്ചിനെ ഞങ്ങളിങ്ങനെ കളിയാക്കുകയും ഞങ്ങൾ ഓർത്ത് ആദ്യം പാവം ചേച്ചിയായിരിക്കും, അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. എന്നിട്ടാണെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ ഞങ്ങളെ ഞാൻ, പാർവതി, നൗസി, പിന്നെ അച്ചു, ചെപ്പു, പിന്നെ ഗൗരി, ഹന്ന, എന്നിട്ട് ഇപ്പം ക്ലാസ് നട്ട് പറഞ്ഞ് ഇത്രയും പേര് ഓഫീസ് റൂമിലോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ ഓർക്കും ഞങ്ങളെന്തിനാ ഈ ഓഫീസ് റൂമിൽ ചെല്ലുന്നതാണെന്നപ്പോഴാണെങ്കിൽ വേണ്ടടാ ഈ ചേച്ചി ആണെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെ മനസ്സിലായതെന്നൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ എന്ത് ഐഡന്റിഫിക്കേഷൻ പറഞ്ഞു കൊടുത്തതൊന്നും അറിയത്തില്ല കേട്ടോ. കറക്റ്റ് ഞങ്ങൾ ഇത്രയും പേരും പിടിച്ചു. എന്നിട്ടാണെങ്കിൽ ഇങ്ങനെ പ്രിൻസി ആണോ ഞാൻ ഓർക്കുന്നില്ല ക്ലിയർ ആയിട്ട്. എൻ്റെ ഒക്കെ ഇങ്ങനെ ചോദിച്ചു എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നതൊക്കെ. ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിതായി. പിറ്റേ ദിവസം ഈ ചേച്ചിയുടെയൊക്കെ കാണുന്നത് ഭയങ്കര ഒരു ചമ്മലാണ്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കളിയൊക്കെ ഒരു ചേച്ചി നമ്മുടെ ചേച്ചി തന്നെ കംപ്ലൈൻറ്റ് പറയുന്നത്, നമ്മൾ ഓഫീസ് റൂമിൽ കയറുന്നത്, അങ്ങനെയൊക്കെ ആയപ്പോൾ ഭയങ്കര ഒരു നാണക്കേടായി. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ആ ചേച്ചിയുടെ മാരേജൊക്കെ കഴിഞ്ഞു. നല്ല ഇതായിരുന്നു, നല്ല രസമായിരുന്നു ആ സമയത്തൊക്കെ. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അത്. പിന്നെ ഞങ്ങളുടെ യൂണിഫോം ഇതായിട്ടാ. ഇപ്പോഴും ഞങ്ങളുടെ യൂണിഫോം ഇത് തന്നെ ആ സ്കൂളിൽ.
അപ്പം ഈ പിള്ളേരെയൊക്കെ ഞാൻ ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ, ഈ പിള്ളേരെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും, ഷോ എന്ന് വെച്ചാൽ നമ്മുടെ ആ സെയിം യൂണിഫോം നമ്മൾ പിന്നെയും കാണുമല്ലേ, ഒക്കെ രസമായിരുന്നു. പി ടി സാറ്, മാത്സ് പഠിപ്പിച്ച ടീച്ചേഴ്സ്, സോജൻ മിസ് ഞാൻ മറക്കത്തില്ല, ഞങ്ങളെ സയൻസ് പഠിപ്പിച്ചേ സോജൻ മിസ് പാവമായിരുന്നു. സാജിദ മിസ്, ഓ സിനുവൊക്കെ പട്ടാളക്കാരനാ കേട്ടാ. സാജിദ്, നായിഫ്, അൻവർഷ, ശരിക്കും സങ്കടം വരുന്നു. ഞങ്ങൾ ആർട്ട് പഠിപ്പിച്ച മിസ് സൂപ്പറായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും എനിക്ക് മറക്കാൻ പറ്റാത്തതും ഈ LKG തൊട്ട് 10th വരെയുള്ള ലൈഫായിട്ടാണ്. കാരണം നമ്മുടെ ആ കുഞ്ഞിലെ തൊട്ട് നമ്മളിങ്ങനെ ആ ഓരോ സ്റ്റേജസ് നമ്മൾ ആ ചിലവഴിച്ചിട്ടുള്ളത് ആ സ്കൂളിലാണ്. രസമായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് ആ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളായിരുന്നേ. ഇപ്പം ഇപ്പുറത്തെ ബിൽഡിങ് ഇപ്പോൾ ഒത്തിരി ബിൽഡിങ്, പാർക്ക് എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് പുരോഗമനം ഉണ്ട് കേട്ടോ സ്കൂളിന്. രസമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ 10th മെമ്മറീസ് കേട്ടോ, ഈ ഫോട്ടോ. ഇനി നെക്സ്റ്റ് നമ്മുടെ +2 മെമ്മറി. ഇതായിരുന്നു എൻ്റെ +2ലെ യൂണിഫോം കേട്ടാ. ഞാൻ ഗവൺമെൻറ് ഗേൾസ് HSSലാട്ടാ പഠിച്ചത് ആലപ്പുഴയിൽ. ആലപ്പുഴയിൽ തന്നെ ഗേൾസിൻ്റെ 2 സ്കൂളുണ്ട്. ഞാനപ്പോൾ ഈ സ്കൂളിലായിരുന്നു പഠിച്ചത്. മാളു ബെസ്റ്റ് ഫ്രണ്ട്. മാളു, ഓ സില്ലയൊക്കെ നിൽക്കുന്ന വേണ്ട. മൂസിത്താത്ത, മൂസി ഇപ്പം ഗൾഫിൽ പോയേട്ടാ. ദിയ എന്തേ ദിയ, ഓ ദേ നിൽക്കുന്ന ദിയ അവൾ ലണ്ടനില്ല. അച്ചുവിനെ പിന്നെ പരിചയപ്പെടുത്തണ്ടല്ലോ. ദേണ്ടിരിക്കുന്ന ഞാൻ പറമ്പളൊക്കെ ഉണ്ട്. അന്നിങ്ങനെയാണല്ലോ, ഈ ഗോപുരം പോലെ മുകളിൽ മുടിയൊക്കെ കിട്ടി ആ ഒരു ഹെയർ സ്റ്റൈലാണല്ലോ. സോന, മേരി, റിയ, രസമായിരുന്നു. +1 +2 എനിക്ക് മെമ്മറീസിൽ എൻ്റെ ഉള്ളതെന്ന് വെച്ചാൽ പ്രൈവറ്റ് ബസ്. ഈ പ്രൈവറ്റ് ബസ്സിലാണെങ്കിലുണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ സെയിം ഏജ് ഗ്രൂപ്പ് ആയിരിക്കും ഫുള്ള്. ആ ബസ്സിൽ ഫുള്ള് നമ്മുടെ ഈ സ്കൂളിലെ പിള്ളേരായിരിക്കും. ഈ TD ഗേൾസ്, പിന്നെ ഈ ലജനം, പിന്നെ ഏതൊക്കെ സ്കൂളായിരുന്നു, പിന്നെ ലിയോ 13 എന്ന് വെച്ചാൽ ആ സ്കൂളൊക്കെ ഏകദേശം മുഹമ്മദ് അൻസ്, അതൊക്കെ ഇങ്ങനെ അടുത്തടുത്തുള്ള സ്കൂളാണ്. അപ്പം അതിനകത്തുള്ള എല്ലാ പിള്ളേരും ഒരു ബസ്സിൽ കാണും, മനസ്സിലായാ. അപ്പം ഭയങ്കര തിരക്കായിരിക്കും. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് യൂണിഫോം ആണെങ്കിലും സെയിം ഏജ് ഗ്രൂപ്പിലെ പിള്ളേരായിരിക്കും ആ ബസ്സിൽ ഫുള്ള്. എന്നിട്ട് എനിക്ക് നമുക്ക് 3 രൂപ എങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. ഈ വണ്ടി ചാർജ് 3 രൂപ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ ആ സമയത്ത്, സ്റ്റുഡൻസ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ എങ്ങാണ്ടായിരുന്നു. എന്നിട്ട് ഞാനും അച്ചുമായിട്ട് ബസ് കയറി ഇവിടുന്ന്. ബസ് കയറിയിട്ടപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സിലാണെങ്കിൽ പാട്ടൊക്കെ ഇടും കേട്ടോ, നല്ല രസമാണ്. എന്നിട്ട് ഞങ്ങൾ ട്യൂഷൻ പഠിച്ചത് ഇവിടെ ഈ കാക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ വിദ്യാഭവൻ എന്ന് പറഞ്ഞ ഒരു ട്യൂഷൻ സെൻറ്ററിലായിരുന്നു ട്യൂഷൻ പഠിച്ചത്. അപ്പം ഞാൻ മൂസീനെ ഞാൻ മുഹസിന എന്നാണ് പേര്. ഞാൻ മൂസിത്തള്ള എന്നാണ് അവളെ വിളിക്കുന്നത്. മൂസി, സില്ല, പിന്നെ അച്ചു, ഞങ്ങളെല്ലാവരുമായിട്ടാണ് അവിടുന്ന് ബസ് കയറുന്നത്. എന്നിട്ട് ബസ് കയറിയിട്ട് ഞങ്ങൾ അവിടെ വന്നിറങ്ങും, ആലപ്പുഴ വന്നിറങ്ങും. അപ്പം ഈ ബസ്സിനകത്ത് ഫുള്ളിങ്ങനെ നല്ല പാട്ടാണ്. എന്ന് വെച്ചാൽ ആ ഇടയ്ക്ക് എന്ത് പാട്ടായിരുന്നു, ഒരു പാട്ടുണ്ട്, അയ്യോ ഞാൻ മറന്നുപോയി. എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ട്രെൻഡായിരുന്നു ആ ഒരു ആൽബം സോങ്. അയ്യോ നല്ലൊരു പാട്ടായിരുന്നു കേട്ടോ. ആ പാട്ടൊക്കെ ഇങ്ങനെ ഇട്ട് എന്ന് വെച്ചാൽ പുറത്ത് മഴ, അകത്ത് ഈ ബസ്സിൻ്റെ അകത്ത് മൊത്തം ഇങ്ങനെ ഈ പാട്ട്. ഓ എൻ്റെ പൊന്നേ ഭയങ്കര രസമായിരുന്നു ആ സമയത്തൊക്കെ. എന്നിട്ട് സ്കൂളിൽ വന്നിട്ടാണെങ്കിൽ ഉറക്കം തൂങ്ങില്ല. എന്ന് വെച്ചാൽ ഞാൻ LKG തൊട്ട് 10th വരെ ഇല്ലേ ഈ അൽഹുദ സ്കൂളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുള്ള് പഠിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇന്ന് എന്തെങ്കിലും ഒരു പഠിപ്പിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കലായിരിക്കും. അത് കാരണം അന്നത്തെ അന്നു തന്നെ പഠിപ്പിക്കും. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, ഗേൾസിലുണ്ടല്ലോ, ഞങ്ങൾക്ക് +1 +2 ഒന്നും എന്ന് വെച്ചാൽ ഞങ്ങളൊന്നും പഠിക്കത്തില്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഈ +1 മാത്സ് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ലാത്ത വിഷയമാണ് മാത്സ്, കെമിസ്ട്രി, പിന്നെ ഇത് ഫിസിക്സ്. എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. സയൻസ് എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ളതാണ്, സുവോളജിയും ബോട്ടണിയും. അപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കുന്ന സാറുണ്ട് കേട്ടോ, ലാൽ സാറ്.
രസമാണ്. സാറിങ്ങനെ മൈക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരും. പിന്നെ ഞങ്ങൾ ട്യൂഷൻ ക്ലാസ് പഠിപ്പിച്ചത് അഖിൽ സാറ്, സൂപ്പറായിരുന്നു എൻ്റെ പൊന്നെ. അപ്പം ഞാനെന്തോ പറഞ്ഞു തന്നെ. എന്നിട്ട് ഞങ്ങൾ സ്കൂളിൽ ചെല്ലുവേ. സ്കൂളിൽ ചെന്നിട്ടാണെങ്കിൽ രാവിലെ തൊട്ട് ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഈ ഉറങ്ങാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതുപോലെയാണ്. വിൻഡോസൊക്കെ ഇങ്ങനെ അടച്ചിട്ട് നല്ല നമുക്ക് അവിടെ ചെന്ന അവിടെ നമുക്ക് ഉറക്കം വരും. അങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു. അപ്പം ഞാനും ആളും അച്ചുവും ദിയയുമാണെന്ന് തോന്നുന്നു ഒരു ബെഞ്ചിലിരിക്കുന്നത്. ഞങ്ങളെപ്പോഴും ഉറക്കം തോന്നില്ല. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പട്ടാണിയൊക്കെ കഴിക്കും. എന്നിട്ട് മുടി എപ്പോഴും ഇങ്ങനെ അപ്പുറം ഇപ്പുറം പിന്നി കെട്ടിക്കൊണ്ട് വേണം കേട്ടോ പോകാനായിട്ട്. ഇത് കണ്ട എല്ലാവരെയും കണ്ട മുടി പിന്നി ഇട്ടിരിക്കുക. എനിക്കാണെങ്കിൽ പിന്നെ ഭയങ്കര മടിയാണ്. എന്നിട്ട് എപ്പോഴും ഇങ്ങനെ നമുക്ക് ഈ അസംബ്ലി ഉണ്ടല്ലോ, അതൊരു ആ പ്രയറിൻ്റെ സമയത്താണെങ്കിൽ എല്ലാവരും ഇങ്ങനെ പിടിക്കും. മറ്റേ സാറിൻ്റെ പേരെന്ത് പറഞ്ഞു, ജഗൻ സാർ ഇങ്ങനെ പിടിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എന്തുവാ, നമ്മളിപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ പിന്നിലേക്ക് ചോദിക്കും, എന്താടി മുടി പിന്നാത്തത്, നഖമൊക്കെ വളർത്തുവാണെങ്കിൽ നഖം വളർത്താൻ പറ്റത്തില്ല, ക്യൂട്ടസ് ഇടാൻ പറ്റത്തില്ല, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിനൊക്കെ ഇങ്ങനെ വഴക്ക് പറയും, എന്താടി അങ്ങനെ ചെയ്യണം, എന്താടി അങ്ങനെ രസമാണ്. സാറിനെ കണ്ടത് ഇങ്ങനെ പതിയെ നമ്മൾ മറിഞ്ഞു ഓടും. പിന്നെ മലയാളം പീരീഡ് ആണെങ്കിൽ നമുക്കിങ്ങനെ ഈ കവിതയുണ്ടല്ലോ, കവിത. അപ്പോൾ ഓരോ ബെഞ്ചുകാർ ഇങ്ങനെ കവിത പാടണം. അത് നല്ല രസമായിരുന്നേ. അപ്പോൾ ഓരോരുത്തർ ഡിഫറെൻറ്റ് ടൂണിൽ ഇങ്ങനെ പാടും. അപ്പോൾ ഞങ്ങളൊരു ടൂണ്, വേറെ ഉള്ളവരൊരു ടൂണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പീരീഡ് ആയിരുന്നു മലയാളം പീരീഡ്. ലാംഗ്വേജ് ഞാൻ മലയാളം എടുത്തത്, കുറച്ച് പേര് അപ്പം ഹിന്ദി എടുക്കും. അങ്ങനെ കൈ വേനെടുത്തിട്ട് ഈ പവി ഉണ്ടല്ലോ എൻ്റെ അനിയെ, ഇന്നലെ ഒരു ഇടി തന്നതാ ചെറുക്കൻ. കൈ ഭയങ്കര വേദന. എന്നിട്ട് പിന്നെ ഈ +2 എനിക്ക് ഓർക്കാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ ഈ ഇൻ്റർവെൽ ടൈം ഉണ്ടല്ലോ, ഇൻ്റർവെൽ ടൈമിന് ഞങ്ങൾ മുഖം കഴുകാൻ പോവേ. എന്തൊക്കെ കൊണ്ടെന്നറിയാമോ, സോപ്പ്, പിന്നെ ഈ കർച്ചീഫ് ഉണ്ടല്ലോ, കർച്ചീഫിനകത്ത് പൗഡർ വെക്കും. പൗഡർ നിറച്ചിട്ട് പൗഡർ, സോപ്പ്, ചീപ്പ്, കൺമഷി. അന്നേരം മറ്റേ കൺമഷിയാണ്, മറ്റേ റൗണ്ടിലിരിക്കുന്ന കൺമഷി ഇതെല്ലാമായിട്ട് ഞങ്ങൾ പോകും ഈ ഇൻ്റർവെൽ പീരീഡിന്. അവിടെ ചെല്ലുമ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും അവിടെ പഠിക്കുന്ന എല്ലാവരും ആ പൈപ്പിൻ്റെ അവിടെ കാണും. എന്നിട്ട് എല്ലാവരും നിരത്തി പിടിച്ച് എല്ലാവരും മുഖമൊക്കെ കഴുകും. എന്നിട്ട് ഒരു സോപ്പ് നമുക്ക് ആരാന്നൊന്നും അറിയത്തില്ല കേട്ടാ. ഇപ്പോൾ അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ ആയിരിക്കും, അവളുമാർ സോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി സോപ്പ് കാടി എന്നൊക്കെ പറഞ്ഞ് സോപ്പൊക്കെ മേടിച്ച് എല്ലാവരും മുഖമൊക്കെ കഴുകി പെട്ടെന്നൊരു ഇതുണ്ട് കേട്ടോ, പൗഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി. അന്നേരം എനിക്ക് ലിപ്സ്റ്റിക്ക് ഞങ്ങൾ ഇടുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടാ. ഞാൻ സത്യം പറഞ്ഞ ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങിയത് എനിക്ക് തോന്നും ഞാൻ കോളേജിലൊക്കെ കയറി കഴിഞ്ഞിട്ടാണ് ലിപ്സ്റ്റിക്ക് അങ്ങനെയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ എന്തുവാ സൺസ്ക്രീന്, ലിപ്സ്റ്റിക്ക്, മോയ്സ്ചറൈസർ, അതൊക്കെ നമ്മൾ കോളേജിൽ കയറുന്ന ആ സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ മറ്റുള്ളവർ യൂസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഈ സൺസ്ക്രീൻ എന്തുവാ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ആകെപ്പാടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പൗഡർ, കൺമഷി, ലിപ് ബാം യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ ആ സമയത്ത്. ലിപ്സ്റ്റിക് അല്ല, ലിപ് ബാം. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ടിഞ്ചുണ്ട്, ഒരു സ്ട്രോബെറിയുടെ ആണെന്ന് തോന്നുന്നു, 10-20 രൂപ എങ്ങാണ്ടി ഉള്ളെന്ന് തോന്നുന്നു. അതായിരുന്നു യൂസ് ചെയ്യുന്നത്. രസമാണ്. എന്നിട്ട് ഇൻ്റർവെൽ ടൈമിന് എല്ലാവരും ഇങ്ങനെ മുഖമൊക്കെ എന്നുവെച്ചാൽ നമ്മൾ മുഖം കഴുകാൻ പോകുന്നത് ഭയങ്കര ഈ കാട്ടാളം പോലെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് തിരിച്ച് കയറുന്നത് ഭയങ്കര പുട്ടിയിട്ട് വെളുപ്പിച്ച് അങ്ങനെ അകത്തോട്ട് കയറുന്നത്. എന്നിട്ട് പിന്നെ എന്തുവായിരുന്നു, ഗായു. അയ്യോ, ഗായത്രിയെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഗായു. എന്നിട്ട് എല്ലാവരുമായിട്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കും, വല്ലവരൊക്കെ ഇങ്ങനെ വായി നോക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞ രസമായിരുന്നു കേട്ടാ, ഇങ്ങനെ നോക്കുന്നതും ഒക്കെ സൂപ്പറായിരുന്നു. ഈ അനുഷ്മ, ഗ്ലിറ്റി, ഇവരുടെ പേരെന്തായിരുന്നു, ഗിഫ്റ്റി, ആദിത്യ, ഗൗരി, ഹാലിഫ, നിത്യ. മിക്കവരെയും കല്യാണം കഴിഞ്ഞു കേട്ടോ. അതിനകത്ത് കല്യാണം കഴിക്കാൻ ഇങ്ങനെ മുതുക്കികളെ പോലെ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. രസമായിരുന്നു. വീഡിയോ എടുക്കുക. ഈ അച്ഛനെയും പവിക്കുട്ടനെയും ഓടിക്കാനുള്ള മെയിൻ വിദ്യയാണ് കേട്ടോ. വീഡിയോ എടുക്കുക എന്ന് പറയുവാണെങ്കിൽ രണ്ടും കണ്ടം വഴിക്ക് ഓടും. രണ്ടിനും ഇഷ്ടമല്ല വീഡിയോയ്ക്ക് നിൽക്കുന്നത്. എന്താണ് വീഡിയോയ്ക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഓർക്കും, എന്താണ് നിൽക്കത്തില്ല. അപ്പോൾ അതാണ് എൻ്റെ +2 മെമ്മറീസ്. കുറച്ച് ചൈൽഡ്ഹുഡ് മെമ്മറീസ് കാണിക്കണം കേട്ടോ. എൻ്റെ കുഞ്ഞിലത്തെ തൊട്ട് ഇപ്പോഴത്തെ ഫോട്ടോസാണ് എനിക്ക് ഒട്ടും ഇല്ലാത്തത്. പണ്ടത്തെ ഫോട്ടോസിനൊക്കെ ആൽബം പോലെ ആക്കുമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് പറയട്ടെ,
അച്ഛനാണെങ്കിൽ ഗൾഫിലായിരുന്നു. അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഓരോ ഏജ് ഗ്രൂപ്പും ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അവരിങ്ങനെ കീപ്പ് ചെയ്ത് വെക്കും. അത് കാരണം എനിക്ക് പണ്ടത്തെ ഇതൊക്കെ എനിക്കിപ്പോൾ കാണാൻ പറ്റി. ഇതെൻ്റെ പണ്ട് സ്കൂളിൽ പഠിച്ച ഡാൻസിൻ്റെയാണ് കേട്ടോ. ഇതിനകത്ത് ഞാനില്ല, ഞാനുണ്ട് പക്ഷേ എൻ്റെ ഫോട്ടോ ഇല്ല ഇതിനകത്ത്. ഇത് അച്ചു, ഇത് സജിന, ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോഴും എൻ്റെ ഇടയ്ക്ക് ചാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവള് മാത്രമാണ്. ഇവള് നൗസി അങ്ങനെയൊക്കെ. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത് ഹാജറ. ഇതായിരുന്നു ഞങ്ങളുടെ കോസ്റ്റ്യൂമും. ഈ പാട്ട് എന്താണെന്നറിയാവാ? പവാട നല്ല പവാട മുത്തുമലൊരു പവാട, അങ്ങനത്തെ ഒരു പാട്ടായിരുന്നു കേട്ടോ. ഈ അച്ചുവിനും എനിക്കും ഉണ്ടല്ലോ സെയിം ഡ്രസ്സാണ്. എന്ന് വെച്ചാൽ കുഞ്ഞിലെ തൊട്ട് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ട്വിൻസാന്ന്. എന്ന് വെച്ചാൽ എല്ലാം സെയിം ആയിരിക്കും. പാദസരം കണ്ട, പാദസരം, വളയും എല്ലാം സെയിമാണ്. തലയിലിടുന്ന ബുഷ്, പാവാട, ടോപ്പ്, അതൊക്കെ. ഇത് ഉണ്ണിക്കുട്ടൻ, കണ്ണൻ. ഉണ്ണിക്ക് ആർമിയിലാട്ടോ ഇപ്പം. കണ്ണപ്പനുണ്ട് ഇവിടെ. ഇതാണ് ഞങ്ങളുടെ ഫോട്ടോ. അന്ന് എൻ്റെ നോട്ടം കണ്ട. പിന്നെ ഞാനും വച്ചു. ഡ്രസ്സ് കണ്ട, സെയിം ഡ്രസ്സ്. അന്നിങ്ങനെ ഈ അമ്മമാരൊക്കെ ഈ വലിയ ആന പൊട്ടൊക്കെ തൊട്ടാ വരുന്നത്. വെറും പഞ്ചായത്താക്കും ഞങ്ങള്. രസമായിരുന്നു. പവിക്കുട്ടനാണ്. ആ ഫോട്ടോയൊക്കെ ഫെയ്ഡായിപ്പോയി. പിന്നെയും ഞാൻ കണ്ട ഉറക്കം തൂങ്ങി അങ്ങ് നിൽക്കുവാന്ന് തോന്നുന്നു. കണ്ണപ്പൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇത് പല്ലന്നയിലെ വീടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ കല്ലൊക്കെ ഇടുന്നത്. അപ്പോൾ അച്ഛൻ ആ സമയത്ത് ഗൾഫിലായതുകൊണ്ട് ഇവിടുന്ന് അമ്മ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ട് അത് ആൽബം ആക്കിയിട്ട് അച്ഛന് അയച്ചു കൊടുക്കും. അങ്ങനെയാണ് അച്ഛൻ വീടിൻ്റെ ഓരോ ഇതും കണ്ടത്. ഞാൻ എൻ്റെ കിടന്നുകൊണ്ട് ഫോൺ വിളിക്കുന്നത്. ഈ ബെഡ്ഷീറ്റൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇവിടെ. എത്ര വർഷമായതാ. രസമാണ്. പണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് ആദ്യം മേടിച്ച കാറായിരുന്നു. പിന്നെ ഇത് വിറ്റതിലൂടെ ഞങ്ങൾക്ക് പിന്നെ കാറേ വാങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ അച്ഛൻ അപ്പോൾ ഈ കാർ മേടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ട് അച്ഛൻ പിന്നെയും ഗൾഫിൽ പോയപ്പോൾ ഇത് ഓടിക്കാൻ പിന്നെ ആരുമില്ല. മാമനും ഗൾഫിൽ പോയി. അപ്പോൾ പിന്നെ ഇത് വിൽക്കാതെ വേറെ നിവർത്തിയില്ല. അതുകൊണ്ട് വിറ്റതാ. വിറ്റ് കഴിഞ്ഞപ്പോഴാണ് മേടിക്കാൻ ഉദ്ദേശിച്ച സമയത്ത് മേടിക്കാനും പറ്റിയിട്ടില്ല. ഞങ്ങളുടെ LKG യൂണിഫോം ഇതായിരുന്നു കേട്ടോ. അത്ഭുത സ്കൂളിലാണ് എൻ്റെ അശുവിൻ്റെ. ഇപ്പൊക്കെ കണ്ട. അന്നേ ഇങ്ങനെ അന്നൊക്കെ ഇതുപോലത്തെ പോസൊക്കെയാണ്, ഇങ്ങനെ ചെടിയും പിടിച്ചോണ്ട് നിൽക്കുന്നതൊക്കെ. പക്ഷേ ഈ ഡ്രസ്സൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ അതൂട്ടിക്ക് ഇടാൻ പറ്റുമായിരുന്നു. ഇതെൻ്റെ ബർത്ത്ഡേയിലെ എത്രാമത്തെ ആണെന്ന് എനിക്കറിയത്തില്ല, അന്നത്തെയാണ്. ഇത് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ പുലിയും മാനും ഒക്കെ ഉണ്ടല്ലോ, അതിപ്പോഴും ഉണ്ട് കേട്ടോ. ഈ മരങ്ങളും ഇതെല്ലാം ഇപ്പോഴും ഉണ്ട്. ആരമലയുടെ കണ്ട എൻ്റെ ഇപ്പുറത്ത് വയ്ക്കുന്ന ആരമല കേട്ടാ. ഇപ്പുറത്ത് ആകാശ് ചേട്ടൻ, തുഷുവും, ഉണ്ണിക്കുഞ്ഞ്, അപ്പായി ചേട്ടൻ, ഉണ്ണിക്കുട്ടൻ, രാജേഷ് ചേട്ടൻ. രസം. എൻ്റെ പണ്ടത്തെ ഇതാണ് സമ്മാനം. എനിക്കൊന്ന് ആ സമയത്ത് ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ ഈ പ്രൈസ് കിട്ടുന്നത് ഈ പാത്രമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയായിരുന്നു കേട്ടോ ആ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഫുഡ് കഴിക്കുന്നത്. ഞാനും വച്ചു ഡ്രസ്സില്ലായിരിക്കുന്നത്. എനിക്ക് വച്ചുവിനും പണ്ട് തൊട്ട് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലായിരുന്നു കേട്ടാ. ഇതിനെന്തുവായിരുന്നു പറയുന്നത്? പണ്ട് അപ്പാച്ചി കട്ടോ അങ്ങനെ എങ്ങാണ്ടാട്ടോ ഇതിന് പറയുന്നത്. അതായിരുന്നു. ഇത് എനിക്കൊരു 6th-ലോ എനിക്കൊന്ന് 4th-ലോ അങ്ങാണ്ട് പഠിച്ചപ്പോൾ കിട്ടിയതാട്ടാ. എന്തിനാന്ന് ഓർക്കുന്നില്ല, അന്നേരം എടുത്തതാ. പിന്നെ ഞാൻ വെച്ചു. ജനിച്ച നാൾ മുതലേ എൻ്റെ കൂടെ എൻ്റെ അച്ചുവായിരുന്നു കേട്ടോ. എന്താ അവിടുത്തെ വീട്ടിലെ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ. പക്ഷേ ഇതിനകത്ത് ഞാനില്ല. ഇതിനകത്ത് ഞാനുണ്ട്. ദേ അതാണ് ഞാൻ.
ഇതാണ് ഞാൻ. സജനാടാ ഇവളുടെ മുടി കണ്ട, ഇവളുടെ മുടിയായിരുന്നു അന്നത്തെ ഹൈലൈറ്റ്. അവിടെ ഈ പ്രേമത്തിലെ മേരിയില്ലേ, മേരിയുടെ പോലത്തെ മുടിയായിരുന്നു, കൊട്ട മുടി. അപ്പം അതെല്ലാം പോയി. എന്തടാ പാറുമ്പോള് വീണ്ടും ഞാൻ. എനിക്ക് അന്നേ എനിക്ക് ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവരെന്നെ ഒന്നും കൂടെ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പം ഞാൻ നേഴ്സിങ്ങിൻ്റെ പകരം ഒരു ഡാൻസർ ആയാനായിരുന്നു, നേഴ്സാകാതെ. ഇതുപോലെയാണെങ്കിൽ എൻ്റെ ഒത്തിരി ആൽബംസ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ പണ്ട് തൊട്ടേ ഉള്ള ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തു വെച്ചത് കൊണ്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ആൽബം കൂടെ കാണിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ട് ഇത് മാത്രം കാണിച്ചിട്ട് നിർത്തുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിപ്പോൾ 1000 ഫാമിലി ആയി, 1K ഫാമിലി ആയി. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട്. ഭയങ്കര ഫോർമാലിറ്റി ആയിപ്പോൾ. ഇനിയും അങ്ങോട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് കാണുക, ഷോർട്സ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.